ഇന്ന് നമുക്ക് ഒരു ഡോണറ്റ് ഉണ്ടാക്കിയാലോ? ഞാൻ പ്രീത ചേച്ചി, പ്രീതാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് മേഘ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു ഇന്ന് കേക്കിൻ്റെ ഒപ്പം. അപ്പം ഞാൻ അത് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ നിങ്ങളിലൂടെ ഇത് കാണിച്ചേക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് എടുക്കുന്നത് ആദ്യം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പാലും പഞ്ചസാരയും ഇട്ട് നമ്മൾ അതൊന്ന് പെർമനൻറ്റ് ചെയ്യാൻ വെക്കുന്നു. അതിനുശേഷം 2 കപ്പ് മൈദ, പിന്നെ പാൽപ്പൊടി, ബട്ടർ, പിന്നെ ഒരു കുറച്ച് ജാതിക്ക ഞങ്ങൾ ചോപ്പ് ചെയ്തും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കറക്റ്റ് മെഷറിങ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് അരിച്ചിട്ട് നമ്മൾ ആ പെർമെൻറ്റ് ചെയ്ത് വെച്ചാൽ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി കഴിയുമ്പം അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത് നമ്മൾ നന്നായിട്ട് കുഴയ്ക്കും കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കും. ഞാനൊന്ന് കുഴച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ മിക്സറിലിട്ട് കുഴയ്ക്കും ചെയ്ത്. നിങ്ങൾക്ക് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമ്മളത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാം. ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം പൊങ്ങുമ്പോൾ നമ്മൾ ഒന്നോടെ അതൊന്നിട്ട് താത്തി കൊടുത്തിട്ട് വീണ്ടും ഒന്നോടെ എടുത്ത് രണ്ടാമത്തേതിന് വേണം കൂട്ടാൻ നമുക്കത് കുഴച്ച് ഒരു കൗണ്ടർ ടോപ്പ് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അവിടെ നമ്മളിട്ട് കുറച്ച് മൈദയൊക്കെ തൂകിയതിന് ശേഷം അതിലേക്കിട്ട് നന്നായിട്ട് പരത്തുമ്പോൾ നമ്മൾ കയ്യിലിട്ട് ബോൾ എടുക്കണം. ഞാൻ തൂക്കിയാവട്ടെ എടുക്കുക. നമ്മളൊരാൾക്ക് സെയിൽ ചെയ്യുമ്പം പല അളവ് ആവരുതല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു കറക്റ്റ് മെഷറിങ്ങിൽ തൂക്കി എടുത്തിട്ട് ഒരു 6 ബോള് മൊത്തം എനിക്ക് 2 കപ്പിന് എനിക്ക് 9 എണ്ണം കിട്ടും. പക്ഷേ 6 എണ്ണമാണ് എനിക്ക് സെയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഞാൻ തൂക്കി എടുത്തിട്ടാണ് ചെയ്തത് കേട്ടോ. അത് നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടണം കേട്ടോ. ഒരിക്കലും അതിനകത്ത് ക്രാക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഉരുളുമ്പോൾ നന്നായിട്ട് വെച്ചിട്ട് നടുക്കൊരു നോസിൽ വെച്ചൊരു തുളയും കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും നമ്മൾ അത് റെസ്റ്റ് ചെയ്യിക്കണം. അതിനുശേഷം നമ്മളത് എണ്ണയ്ക്ക് അതിട്ട് നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമുക്കത് വറുത്ത് കോരാൻ. ആ കോരിയിട്ടിട്ട് ചോക്ലേറ്റിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. 2 ചോക്ലേറ്റിനകത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, വൈറ്റും ബ്ലാക്കും ആയിട്ട്. എന്നിട്ട് ഡെക്കറേഷനും അതിനകത്ത് നമുക്ക് കുറച്ചിനകത്ത് കളറും വെച്ചാൽ അവർക്ക് ഒരു പീച്ച് കളറായിരുന്നു അവരുടെ ഡെക്കറേഷൻ. അപ്പോൾ അതും ചെയ്തു. അത് കഴിഞ്ഞ് ബാലൻസ് ഇരുന്നപ്പോൾ എനിക്കൊരു തോന്നൽ എന്നാൽ ഞങ്ങൾക്ക് കഴിക്കാവില്ല. ഞാൻ പറഞ്ഞില്ല എക്സ്ട്രാ 3 ഉണ്ട്. അതിലേക്ക് ഞാൻ അവർക്ക് കപ്പ് കേക്കിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടർ ക്രീമാണ്. ആ ബട്ടർ ക്രീം കുറച്ച് തേച്ച് കുറച്ച് പ്രളയം ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഇട്ടു. എന്നിട്ട് അതങ്ങ് അടച്ചു വെച്ചു. പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ. അതൊരു വെറൈറ്റിയാണ്. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കഴിച്ച് നോക്കിയാൽ നല്ല അടിപൊളിയാണ്. എൻ്റെ ഒരു പരീക്ഷണം സക്സസ് ആയതാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.